ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നൊരു യാത്രാ വിവരണമാണ് കേട്ടോ. ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്ക്ക് നമ്മൾ ഒമാൻ വരെ ഒന്ന് പോയി വന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. ജബൽ അക്തർ, ജബൽ ഷംസ് എന്ന മലനിരകളൊക്കെ കാണാനും അവിടെയുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. നമ്മൾ 3 ആളാണ് ഇവിടുന്ന് പോയത്. ഞാനും എൻ്റെ കൂട്ടുകാരനും കസിനും കൂടിയാണ് നമ്മൾ പോയത്. അപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ യാത്ര കംപ്ലീറ്റ് ആക്കി തിരിച്ചു വന്നു. ഓക്കെ. നമ്മൾ ഉപയോഗിച്ചത് ഓഫ് റോഡ് വഴിയാണ്. അപ്പം അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയേറെ രസമുള്ള റോഡുകൾ. ഓക്കെ. അപ്പം ഈ റോഡ് കുറച്ച് റിസ്ക്കിയാണ് എങ്കിൽ കൂടി നമ്മൾക്ക് കൃത്യമായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ട. വളരെ വളരെ ഭംഗിയുള്ള മലനിരകളും പ്രത്യേകിച്ച് കാലാവസ്ഥ ആയിക്കോട്ടെ, അനുകൂല കാലാവസ്ഥയായിരുന്നു. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. യു എയിൽ ദുബായിലിപ്പം 50 ഡിഗ്രി 48 ഡിഗ്രിയൊക്കെ ഉള്ള സമയത്ത് നമുക്കവിടെ 17 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം രാവിലെയൊക്കെ നല്ല രസമായിരുന്നു കാലാവസ്ഥ. അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. ഓക്കെ. അപ്പം ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ വളരെ ഭംഗിയും അതുപോലെ ദുർഘടവുമായ പാതയിലൂടെയുള്ള യാത്ര. അപ്പം പ്രത്യേകിച്ച് ഇതിലേ കൂടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിൻ്റെ ഡെഫ്ലറ്റ് ചെയ്യണം. ഒരു 25 PSIയിൽ കൂടുതൽ വെക്കാൻ പാടില്ല എയർ, അല്ലെങ്കിൽ ഭയങ്കര ജർക്കിംഗ് ആയിരിക്കും. അതുപോലെ അതാണ് സേഫും. വണ്ടി സ്ലിപ്പാവാനൊക്കെ സാധ്യതയുണ്ട്, അതൊക്കെ കുറഞ്ഞ് കിട്ടും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യേണ്ട ആൾക്കാർക്കും ഇത് പ്രത്യേക ഒരു അനുഭവമായിരിക്കും. കാര്യം നല്ല നമ്മൾ ഒറ്റക്കായിരുന്നു ഈ റോഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ സഹായിക്കാനൊക്കെ വിളിക്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെ റെസ്ക്യൂ ഇതൊന്നും അറിയില്ല. പ്രത്യേകിച്ചും വേറൊരു രാജ്യമാണ്. പിന്നെ നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻറ്റിൽ നമ്മൾ എടുത്ത് പോയതാണ്. ഓക്കെ. അപ്പം നല്ല നല്ല കാഴ്ചകൾ, പ്രത്യേക ഓരോ സ്ഥലങ്ങളിലെത്തുമ്പവും നമുക്ക് ടെൻഷൻ കൂടിക്കൂടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വേറെ തട്ടുകേടുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ കൃത്യമായി എത്താൻ സാധിച്ചു. പിന്നെ ജബൽ അക്തറിൽ എത്തിയ സമയത്ത് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഫോട്ടോസൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ജബൽ ഷംസിൽ പോയ സമയത്ത് നല്ല പകൽ വെളിച്ചത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഈ യാത്ര ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നു. അപ്പം യു എയിൽ നിന്ന് നമുക്ക് ഇവിടെ ഒമാനിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വിസേൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. അത് കാരണം ഇവിടെ മിനിമം ഒരു 60 days വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോൾ ഇങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസുകൾ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കാണാം. ജബൽ അക്തറിലേക്കുള്ള യാത്ര ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പം ഷംസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ജബൽ ഷംസിൻ്റെ കാഴ്ചകളും അവിടെയുള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം നന്ദി.